പഴയങ്ങാടി PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. താവം മേൽപ്പാലത്തിലെ കുഴിയടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ PWD ഓഫീസിലേക്ക് എത്തിയത്. നമുക്ക് അവരോട് സംസാരിക്കണം. ആ റോഡ് കൂടെ കുഴിയാണ്. കുഴി കാണുന്നില്ലേ? എത്ര ആൾക്കാർ കുഴി വീഴുന്നുണ്ട് കാണുന്നില്ലേ? കുഴി കാണുന്നില്ലേ? അത് നിങ്ങളുടേതായി കപടം മഴ പെയ്തതോടെ KSTP റോഡിൽ താവം മേൽപ്പാലത്തിൽ ഉൾപ്പെടെ നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മേൽപ്പാലത്തിലെ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇതിനുശേഷമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടി PWD ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഗേറ്റിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരിൽ ചിലർ ഗേറ്റ് ചാടിക്കടന്ന് ഓഫീസിലേക്ക് കയറാനുള്ള ശ്രമവും നടത്തി. ഇത് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായി. നമുക്ക് അവരോട് സംസാരിക്കണം. ആ റോഡ് കൂടെ കുഴിയാണ്. കുഴി കാണുന്നില്ലേ? എത്ര ആൾക്കാർ കുഴി വീഴുന്നുണ്ട് കാണുന്നില്ലേ? KSTP റോഡിലെയും മേൽപ്പാലത്തിലെയും കുഴികളടക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കല്ലേശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പുത്തൻപുരയിൽ രാഹുൽ പറഞ്ഞു. ഇവിടുത്തെ പഴയങ്ങാടി പോലീസിനെ ഉപയോഗിച്ച് PWD ഉദ്യോഗസ്ഥർ നമ്മളെ തടയുണ്ടായി. അതുകൊണ്ടായിരുന്നു കുറച്ച് വാക്കുതർക്കങ്ങൾ ഇവിടെ ഉണ്ടായത്. നിങ്ങൾ എന്താ പറയാ ദിവസം അതുവഴി യാത്ര ചെയ്യുന്നവരാണ്. അവിടുത്തെ കുഴിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പാലത്തിന്റെ മുകളിൽ കമ്പി കണ്ടു. രാത്രി കാലങ്ങളിൽ ഒരു പ്രകാശവും ഇല്ലാതെ തന്നെ ദിവസവും അപകടങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. ആ കുഴിയിൽ ഒരു ബൈക്ക് അടക്കം വീണിട്ടുണ്ടെങ്കിൽ കൃത്യമായി ബൈക്കുകൾക്കടക്കം നാശനഷ്ടങ്ങൾ സംഭവിച്ച് അതിലേക്കൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കൂടെ MLA ഒരു ദിവസം 2-3 തവണ പോകുന്ന MLA ആ ഒരു കുഴി കണ്ടിട്ട് കണ്ണടച്ചിട്ടാണ് പോകുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഈ കുഴികൾ അടക്കുവാൻ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ കൃത്യമായി അടുത്ത ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങും. ശേഷം പ്രവർത്തകർ PWD ഓഫീസർമാരുമായി ചർച്ച നടത്തി. പ്രശ്നം ഗൗരവമായി കണ്ട നടപടിയെടുക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ശോഭിത്ത് ഏഴോം, അഹമ്മദ് യാസിൻ, അക്ഷയ് മാട്ടൂൽ, CH മുബാസ്, സൗരവ് വെങ്ങര തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.